എല്ലാവർക്കും നമസ്കാരം. ടോസ് അക്കാദമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സെറ്റ് എക്സാം ഒക്കെ ഇങ്ങ് വന്നെത്തിയല്ലേ. അപ്പോൾ ഈ വരുന്ന 21 നമ്മുടെ സെറ്റ് എക്സാം നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഓക്കെ, സോ ഇന്ന് നമ്മളിവിടെ ഒരു റാപ്പിഡ് റിവിഷൻ ഡിസ്കഷനാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. എക്സാമിന് മുന്നോടിയായിട്ട് നമ്മളൊരു റാപ്പിഡ് റിവിഷനാണ് നമ്മളിവിടെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ദർ വിൽ ബി 120 ക്വസ്റ്റ്യൻസ് ഫ്രം 9 subjects in physics, and today we are going to discuss what are the main important topics or areas in these 9 subjects. Okay, so first subject, that is mathematical methods in physics. Okay, so integral transform. So there is mainly two types of integral transform, that is Fourier and Laplace transform. അപ്പം ഫൊറിയറിൻ്റെയും ലാപ്ലേസിൻ്റെയും ആ ട്രാൻസ്ഫോമിൻ്റെ ആ ഫോം ആൻഡ് ചില ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില ഫങ്ഷൻസിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻസ് ഒക്കെ അല്ലെങ്കിൽ വാല്യൂസ് ഒക്കെ പഠിച്ചു വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിറാക് ലെറ്റ ഫംഗ്ഷൻ, ദെൻ ഫങ്ഷൻസ് ഓഫ് ദീസ് ടൈപ്പ്, ദെൻ ഗോസിൻ ഫംഗ്ഷൻ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഫംഗ്ഷൻ, അതായത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ്റെയും സൈൻ ഫംഗ്ഷൻ, കോസ് ഫംഗ്ഷൻ, ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ്, അങ്ങനെ ഓരോ ഫംഗ്ഷൻസിൻ്റെയും അവയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഫോം നിങ്ങൾ പഠിച്ചു വയ്ക്കണം. ഓക്കെ, നോക്കിയാൽ ടി റേസ് ടു എൻ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് എന്താണ്? എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ എസ് റേസ് ടു എൻ പ്ലസ് 1. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസിലെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ ഫോം നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട ഉണ്ട്. ഓക്കെ, ദെൻ the one of the most important topic in mathematical methods in physics is the complex analysis. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ നിന്നും ഏതോ 1-2 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇൻ എക്സാം. ഓക്കെ, അപ്പോൾ ദാറ്റ് ഈസ് മെയിനായിട്ട് ചോദിക്കുന്നത് പറഞ്ഞാൽ കോഷി റീമാൻ കണ്ടീഷൻ. അതായത് ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അനലിറ്റിക് ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് കോഷി റീമാൻ കണ്ടീഷൻ. അപ്പോൾ ഇതാണ് കോഷി റീമാൻ കണ്ടീഷൻ. അപ്പോൾ ഈ കണ്ടീഷൻ ഒരു ഫംഗ്ഷൻ ഒബേ ചെയ്യുവാണെങ്കിൽ ആ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. ഓക്കെ, ദെൻ കോഷീസ് ഇൻ്റഗ്രൽ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോഷീസ് ഇൻ്റഗ്രൽ തിയറം. ദെൻ ഒരു ഗിവൺ കോണ്ടൂറിനകത്ത് നമുക്ക് തരുന്ന ഒരു കോംപ്ലക്സ് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന 2 മെത്തേഡുകളാണ്. ഒന്നൊന്ന് കോഷി ഇൻ്റഗ്രൽ ഫോർമുല ആൻഡ് കോഷി റെസിഡ്യൂ തിയറം. അപ്പോൾ കോഷീസ് ഇൻ്റഗ്രൽ തിയറവും കോഷി റെസിഡ്യൂ തിയറവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടു ഇവാലുവേറ്റ് എ പർട്ടിക്കുലർ കോംപ്ലക്സ് ഇൻ്റഗ്രൽ ഇൻ എ ഗിവൺ കോണ്ടൂർ. അപ്പോൾ ഇതൊക്കെയാണ് കോംപ്ലക്സ് അനാലിസിസിലെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മെട്രിക്സിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾ പല ടൈപ്പ് ഓഫ് മെട്രിക്സസ് ഉണ്ട്. ആ മെട്രിക്സിൻ്റെ പ്രോപ്പർട്ടീസ് പർട്ടിക്കുലർ എങ്ങനെയാണ് അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നതൊക്കെ നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ എന്താണ് ട്രേസ്, മെട്രിക്സിൻ്റെ ട്രേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിറ്റർമിനൻ്റ് എന്ന്, ഇതിനെപ്പറ്റിയൊക്കെയുള്ള ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സമയം ലാഭിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് നമുക്ക് ആൻസേഴ്സ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം മെട്രിക്സിൻ്റെ പല പ്രോപ്പർട്ടീസ് അറിഞ്ഞിരിക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു വെക്റ്റേഴ്സ്. വെക്റ്റേഴ്സിലേക്ക് എന്തെങ്കിലും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ചില വെക്റ്റേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലേ. അതായത് ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് രണ്ട് വെക്റ്റേഴ്സ് തമ്മിൽ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും, പാരലാണെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് 0 ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദെൻ ഇഫ് എ ഗിവൺ വെക്റ്റർ ഈസ് സോളിനോയിഡൽ ദെൻ ഇറ്റ്സ് ഡൈവേനൻസ് വിൽ ബി 0. ആൻഡ് ഈസ് ഗിവൺ വെക്റ്റർ ഈസ് ഇറോട്ടേഷണൽ ദെൻ ഇറ്റ്സ് കേൾ വിൽ ബി 0. ഇങ്ങനത്തെയുള്ള ചില ഫണ്ടമെൻ്റൽ ഐഡൻറ്റിറ്റീസ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ദെൻ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ. നമുക്കറിയാം പല ട്രിഗണോമെട്രി ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ഇവയുടെ എല്ലാം ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ്റെ ഒരു ഫോം അറിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു പോയിൻ്റാണ്. ഇതൊക്കെ നിങ്ങൾക്കെല്ലാം ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്, ദാറ്റ് ഈസ് ക്വാണ്ടം മെക്കാനിക്സ്. ഇപ്പോൾ ക്വാണ്ടം മെക്കാനിക്സിൽ വന്നു കഴിയുമ്പോഴത്തേനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ അതിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എല്ലാവർക്കും അറിഞ്ഞിരിക്കണം. അതായത് ഫസ്റ്റ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബിൽഡിംഗ് സ്റ്റോൺ എന്ന് പറയുന്ന എന്താണ്, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പം ഇതായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. അതായത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ബേസിക് ഫോം ഇതാണ്. ഓക്കെ, അപ്പോൾ ഈ ഫോം വെച്ചുള്ള പ്രോബ്ലംസ്, അതായത് അത് എന്ത് ചെയ്യും, ചിലപ്പം പൊസിഷനിലെ അൺസർട്ടനിറ്റി തരും. ദെൻ വി ഹാവ് ടു ഇവാലുവേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം ഓർ വെലോസിറ്റി. ദാറ്റ് ഈസ് മൊമെൻറ്റം എന്താണ്, P = mv അല്ലേ.
അപ്പം എം ഡെൽറ്റ വി എന്ന് വരും. ഡെൽറ്റ പി എന്ന് പറയുന്നത് എം ഡെൽറ്റ വി എന്ന് വരും. അപ്പോൾ ഡെൽറ്റ വിയിലെ അൺസർട്ടനിറ്റി കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ഇനി പൊസിഷൻ മൊമെൻറ്റം മാത്രമല്ല, എന്തുണ്ട്, എനർജി ടൈം അൺസർട്ടൻ റിലേറ്റഡിലുണ്ട്. അതായത് ഇവിടെ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി എന്ന് കൂടെ വരും. അപ്പോൾ ആ രണ്ട് ടൈപ്പുള്ള പ്രോബ്ലംസ് നമുക്ക് ചോദിച്ച് കാണാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു ബേസിക് കൺസെപ്റ്റാണ് ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷനെ പറ്റിയുള്ള എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കുക. ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്, അതിൻ്റെ നോർമലൈസേഷൻ കണ്ടീഷൻ, അതിൻ്റെ പ്രോബബിലിറ്റി, അപ്പോൾ ഇവയെപ്പറ്റി എല്ലാം ഉള്ള ഐഡിയ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്വാണ്ടം മെക്കാനിക്കൽ വേവ് ഫംഗ്ഷൻസിനെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കുക എന്നുള്ളത്. ദെൻ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ഇക്വേഷൻ ഓഫ് മോഷനായ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ, രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ടൈം ഡിപ്പെൻഡൻറ്റും ഉണ്ട്, ദാറ്റ് ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റും ഉണ്ട്. ഓക്കെ, ദെൻ ഇതൊക്കെയാണ് ക്വാണ്ടം മെക്കാനിക്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റ്സ് ആണിത്. ഒന്ന് പാർട്ടിക്കിളിൻ്റെ ബോക്സ്, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല്, ദെൻ ഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല്, ദെൻ ടണൽ എഫക്റ്റ്, ഹാർമോണിക് ഓസിലേറ്റർ, ഹൈഡ്രജൻ ആറ്റം. ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥിരം ചോദിക്കുന്ന, നിങ്ങൾക്ക് ഉറപ്പായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ക്വാണ്ടം മെക്കാനിക്സിലെ പ്രോബ്ലംസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അത് മെയിനായിട്ട് ആ പ്രോബ്ലങ്ങളിൽ. അതായത് പാർട്ടിക്കിളിൻ്റെ ബോക്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ല് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാർമോണിക് ഓസിലേറ്റർ ആയിക്കോട്ടെ, ഇവയുടെ എല്ലാം ഐഗൺ സ്റ്റേറ്റ്സ്, അതായത് വേവ് ഫംഗ്ഷൻസിൻ്റെ, നമുക്കറിയാം ക്വാണ്ടം മെക്കാനിക്സിൽ വി റെപ്രസെൻറ്റ് എ സ്റ്റേറ്റ് ബൈ യൂസിങ് ദ വേവ് കോംപ്ലക്സ് ക്വാണ്ടിറ്റി വേവ് ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ അവയുടെ എല്ലാം ആ വേവ് ഫംഗ്ഷൻ്റെ ആ ഒരു ഫോമും, ഇപ്പോൾ ഇവിടെ നോക്കി വേവ് ഫംഗ്ഷൻസിൻ്റെ ഫോമും അവയുടെ എനർജി ഐഗൻ വാല്യൂസിൻ്റെ എക്സ്പ്രഷൻസും എല്ലാവരും ഉറപ്പായിട്ടും പഠിച്ചു വയ്ക്കണം. അതായത് ഇവിടെ നോക്ക്, ഇതാണ് പാർട്ടിക്കിളിൻ്റെ ബോക്സ് അല്ലെങ്കിൽ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ വെല്ലിൻ്റെ കേസിലെ എനർജി ഐഗൻ വാല്യൂവിൻ്റെ എക്സ്പ്രഷനും, എനർജി ഐഗൻ വാല്യൂവിൻ്റെ എക്സ്പ്രഷനും, ദെൻ ഐഗൻ സ്റ്റേറ്റിൻ്റെ വേവ് ഫംഗ്ഷൻ്റെ റെപ്രസെൻറ്റേഷൻ. ഓക്കെ, സോറി, ഇവിടെ √2/L, ഇവിടെ ഫുള്ള് റൂട്ടില്ല, √2/L സൈൻ n πx/L, അതായത് സൈന് റൂട്ടില്ല കേട്ടോ, √2/L സൈൻ n πx/L എന്നാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഐഗൻ വാല്യൂസിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവരും ഇപ്പം, പിന്നെ അവയുടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്തൊരു പോയിൻ്റാണ് ഈ എക്സ്പെക്റ്റേഷൻ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിലെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ്റെയും മൊമെൻ്റത്തിൻ്റെയും എക്സ്പെക്റ്റേഷൻ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതാണ് ഹാർമോണിക് ഓസിലേറ്റർ പാർട്ടിക്കിളിൻ്റെ ബോക്സിൻ്റെ കേസിലെ പൊസിഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്. അത് L/2 ആയിരിക്കും ഫോർ ഓൾ വാല്യൂസ് ഓഫ് n. n മീൻസ് അവൻ ഓരോ സ്റ്റേറ്റുകളാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് ആകാം, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആകാം, സെക്കൻഡ് തേർഡ്, അങ്ങനെ പല എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിക്കോട്ടെ. എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും L/2 ആയിരിക്കും. വാട്ട് യു മീൻ ബൈ L ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ പൊട്ടൻഷ്യൽ വെൽ. ഓക്കെ, ദെൻ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പി എന്ന് പറഞ്ഞാൽ എപ്പോഴും 0 ആയിരിക്കും ഫോർ ഓൾ വാല്യൂസ് ഓഫ് n. ഏത് സ്റ്റേറ്റിലായിക്കോട്ടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് മൊമെൻറ്റം വിൽ ബി ഓൾവേസ് 0. ആൻഡ് ഫോർ സിമെട്രിക് പൊട്ടൻഷ്യൽ വെൽ ദ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻറ്റം വിൽ ഓൾവേസ് 0 ഫോർ ഓൾ വാല്യൂസ് ഓഫ് n. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. Then coming to harmonic oscillator problem, the energy eigen value is very important. Here n starts from 0, 1, 2, 3, and here n starts from only from 1, 2, 3, no 0. So there will be a 0 point energy for harmonic oscillator, and the expectation values of harmonic oscillator is position and momentum will be 0 because it has symmetry. Symmetry ഉള്ള കേസിൽ എന്താണ്, expectation value of position and momentum will be 0. അപ്പം ഇത് ഹയർ ഡയമെൻഷൻ പ്രോബ്ലത്തിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും നമ്മൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ നമുക്കറിയാം, കമ്മിങ് ടു ഹയർ ഡയമെൻഷൻ ദർ വിൽ ബി ഡീജനസി ഫോർ എവറി പ്രോബ്ലം. കമ്മിങ് ടു ഹയർ ഡയമെൻഷൻ ദർ വിൽ ബി ഡീജനസി. ആൻഡ് ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഈ 2Dക്കും 3Dക്കും ഒക്കെ ആ ഡീജനസി കണ്ടുപിടിക്കാൻ വേണ്ടി പ്രത്യേക ഇക്വേഷനുണ്ട്. അപ്പോൾ ഇതാണ് 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിൽ ഐസോട്രോപിക് ആയിരിക്കണം, അതായത് എല്ലാ ഡയറക്ഷനും സെയിം ആംഗുലർ ഫ്രീക്വൻസി ആയിരിക്കണം. അപ്പോൾ ഐസോട്രോപിക് 2 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലെ ഡീജനസിയുടെ ഇക്വേഷനാണ് n+1 എന്ന് പറയുന്നത്. ഇത് 3 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ കേസിലെ ഡീജനസിയുടെ എക്സ്പ്രഷനാണ് n+1 × n+2/2 എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒന്ന് പഠിച്ചു വയ്ക്കും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. ഓക്കെ, ഇതൊക്കെ ട്രിക്കുകളാണ്. ഓക്കെ, ദെൻ ഡി ബ്രോഗ്ലി വേവ്ലെങ്ത്. ഡി ബ്രോഗ്ലി വേവ്ലെങ്ത് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന അനദർ ടൈപ്പ് ഓഫ് പ്രോബ്ലമാണ് ഇൻ ക്വാണ്ടം മെക്കാനിക്സ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം H=H/P, then H/mv, then H/√2mv me. ഓക്കെ, അപ്പോൾ ഇവിടെ E എന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം അനുസരിച്ച് മാറാം. ഇപ്പോൾ ഒരു ചാർജഡ് പാർട്ടികളാണെങ്കിൽ അതിൻ്റെ ഇവിടെ എന്ത് വരും, വിത്ത് പൊട്ടൻഷ്യൽ V ആണെങ്കിൽ ഈക്ക് അവിടെ എന്ത് വരും, QV വരും, Q × V വരും. ഇപ്പോൾ ഒരു തെർമൽ പാർട്ടിക്കിൾ ആണെങ്കിൽ അവിടെ എന്ത് വരും, സം ഓർഡർ ഓഫ്
കെ ഇൻറ്റു ടി വരും. അപ്പോൾ എനർജി എന്ന് പറയുന്നത് സിസ്റ്റം അനുസരിച്ച് എനർജി മാറാം. പക്ഷേ ഇതാണ് ബേസിക് ആയിട്ടുള്ള ഡി ബ്രോഗ്ലി വേവ്ലെങ്തിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്മ്യൂട്ടേഷൻ റിലേഷൻ. ഇപ്പോൾ പറയാം ക്വാണ്ടം മെക്കാനിക്സിൽ ബേസിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂട്ടേഷൻ റിലേഷനാണ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ ബിറ്റ്വീൻ പൊസിഷൻ ആൻഡ് മൊമെൻറ്റം. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ സ്പേസ് എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്ന പൊസിഷൻ ആൻഡ് മൊമെൻറ്റത്തിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷനാണ് ഇത്. ഇതിൻ്റെ വാല്യൂ ഇത്രയാണ്, ഐ എച്ച് കട്ടാണ്. അപ്പോൾ ഈ ഐ എച്ച് കട്ടിനെ സ്റ്റാൻഡർഡൈസ് ചെയ്തുകൊണ്ട് വരുന്ന പല മോഡിഫിക്കേഷനുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷൻ ഉണ്ട്. അവയാണ് ഇത് രണ്ടും. ഒന്നുകിൽ എക്സിന് പവർ വരാം, അല്ലെങ്കിൽ പിക്ക് പവർ വരാം. അങ്ങനെ പവർ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക എന്നുള്ളത് ഇത് ചെയ്താൽ മതി. ഓക്കെ, ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യമെന്ന് പറയുന്നു. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം അവിടെ നമ്മുടെ ആംഗുലർ മൊമെൻറ്റം, അതായത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം, സ്പിൻ ആംഗുലർ മൊമെൻറ്റം, ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം, ക്വാണ്ടം നമ്പേഴ്സ് തമ്മിൽ പല കമ്മ്യൂട്ടേഷൻ റിലേഷൻസ് ഉണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പർ റിലേഷൻസ് ആണ് ഇത് ഇവിടെ എഴുതിയേക്കുന്നത്, അതിൻ്റെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ എഴുതിയേക്കുന്നത്. അപ്പോൾ ഈ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിന് അറിയാമെങ്കിൽ ആ സെയിം ഫോം തന്നെ എവിടെ വരിക, എസ്, അതായത് സ്പിന്നിൻ്റെ കാര്യത്തിൽ എസ് എക്സിൻ്റെ എസ് വൈൻ്റെ കാര്യത്തിലാണെങ്കിലും ദെൻ ജെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ക്വാണ്ടം നമ്പറിൻ്റെ ക്വാണ്ടത്തിലാണെങ്കിലും എല്ലാം സെയിം റിലേഷനാണ് വരിക. അപ്പോൾ നമുക്ക് ഒരു ടൈപ്പ് റിലേഷൻ നമുക്ക് അറിയാമെങ്കിൽ അതിനായിരിക്കും എവിടെയും വരിക, സ്പിന്നിൻ്റെ കേസിലെയും ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം കേസിലെയും റിലേഷൻസ് വരിക. അപ്പോൾ ഈ റിലേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനദർ പോയിന്റ് തന്നെയാണ്. ഓക്കെ, ദെൻ ഹൈഡ്രജൻ ആറ്റം, അതിൻ്റെ എനർജി ഐഗൻ വാല്യൂസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എന്താണ് അതിൻ്റെ ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷനാണ് ഹൈഡ്രജൻ അതിൻ്റെ കേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയാം. അതിൻ്റെ നോർമലൈസേഷൻ കോൺസ്റ്റൻ്റെ വാല്യൂ, ദെൻ ബോർ റേഡിയസ്, ദെൻ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ. അപ്പം എല്ലാ സിസ്റ്റത്തിലെയും എല്ലാ പ്രോബ്ലത്തിൻ്റെയും വേവ് ഫംഗ്ഷൻ, എനർജി ഐഗൻ വാല്യൂസ്, അതിൻ്റെ വാല്യൂസ്, അതിൻ്റെ മോഡിഫിക്കേഷൻസ്, ദെൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷൻ മൊമെൻറ്റത്തിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ ഇൻ ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്താ വരിക, 6 വരും അല്ലേ. എക്സ്പെക്റ്റേഷൻ വാല്യൂ 6 എന്ന് പറയുന്നത് 1.5 A ആണ്. അതായത് എ എന്ന് പറയുന്നത് ബോർ റേഡിയസ്, ബോർ റേഡിയസിന് വെളിയിലായിരിക്കും എന്ത് എക്സ്പെക്റ്റേഷൻ വാല്യൂ മീൻസ് ആവറേജ് വാല്യൂ ഓഫ് 6 വരിക. സോ അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഇലക്ട്രോണിനെ എവിടെ കാണാനാണ് പ്രോബിലിറ്റി കൂടുതൽ, ഇലക്ട്രോണിനെ ബോർ റേഡിയസിന് പുറമേ കാണാനായിരിക്കും പ്രോബിലിറ്റി കൂടുതൽ, വിത്ത് പെർസെൻറ്റേജ് ഈക്വൽ ടു 68%, ആൻഡ് ഇൻസൈഡ് വിത്ത് പ്രോബിലിറ്റി ഈസ് ഈക്വൽ ടു 32%. ഓക്കെ, അപ്പോൾ ഇതാണ് R2, എക്സ്പെക്റ്റേഷൻ വാല്യൂ R2ൻ്റെ 3A² എന്ന് വരും. ഓക്കെ, ദെൻ എക്സ്പെക്റ്റേഷൻ വാല്യൂ 1/R എന്ന് പറയുന്നത് 1/A എന്ന് വരും. ഇതൊക്കെയാണ് ഹൈഡ്രജൻ ആറ്റം പ്രോബ്ലത്തിൻ്റെ എനർജി ഐഗൻ വാല്യൂസ്, ഗ്രൗണ്ട് സ്റ്റേറ്റ് വേവ് ഫംഗ്ഷൻ, അതിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പെക്റ്റേഷൻ വാല്യൂ റിലേഷൻസ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി, ദാറ്റ് ഈസ് നമുക്കറിയാം ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ തന്നെ നമുക്കറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഗോസ് ലോ. അപ്പോൾ ഗോസ് ലോ എന്താണെന്നും ഗോസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മുടെ കൺസിഡർ ചെയ്യുന്ന സർഫസ് ക്ലോസ്ഡ് ആയിരിക്കണം. ദെൻ അതിന് വാല്യൂ ഉണ്ടാകണമെങ്കിൽ എന്തായിരിക്കണം, ആ കൺസിഡർ ചെയ്യുന്ന ക്ലോസ് സർഫസിനകത്ത് ഒരു നെറ്റ് ചാർജ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ഗോസ് ലോയുടെ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും നോക്കുക, ഗോസ് ലോയുടെ ഇത് ഇൻ്റഗ്രൽ ഫോമാണ്, അതിൻ്റെ ഒരു ഡിഫറൻഷ്യൽ ഫോമും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഗോസ് ലോയും അതുമായിട്ട് ബന്ധപ്പെട്ട പല ആപ്ലിക്കേഷൻസ്, ഗോസ് ലോ ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ, ഇതൊക്കെയാണ് ചില ആപ്ലിക്കേഷൻ. അതായത് ഒരു ഇൻഫിനൈറ്റ് ലൈൻ ചാർജ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്, അതിൻ്റെ എക്സ്പ്രഷൻ, പിന്നെ ഇൻഫിനൈറ്റ് പ്ലെയിൻ ഷീറ്റ് മൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അതിനെന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് ഇതുപോലെയൊക്കെ ഒരു ആറിനെ ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഇത് മാത്രമേ അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാത്തൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ. ദാറ്റ് ഈസ് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. എന്താണ്, ഒരിക്കലും ഡിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, ദെൻ ഫീൽഡ് ഡ്യൂ ടു പോയിന്റ് ചാർജ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഫ്രം ഗോസ് ലോ. ഓക്കെ, ദെൻ സ്പെറിക്കലിൻ്റെ കേസിലെ ഔട്ട്സൈഡിലെ ഇൻസൈഡിലെ എന്താണ് 0, ഇൻസൈഡ് ദ ഫീൽഡ് ഈസ് 0 ഫോർ സ്പെറിക്കൽ ഷെൽ. ഓക്കെ, അങ്ങനെ ഇതാണ് ഗോസ് ലോയുടെ ഡിഫറൻഷ്യൽ ഫോം എന്ന് പറയുന്നത്. അതായത് ഡെൽ ഡോട്ട് ഇ ഈക്വൽ റോ ബൈ എപ്സിലോൺ 0. നമ്മൾ ഇൻ്റഗ്രൽ ഫോം കണ്ടു, ഇതാണ് ഇൻ്റഗ്രൽ ഫോം ഗോസ് ലോയുടെ, ഇതതിൻ്റെ ഡിഫറൻഷ്യൽ ഫോം. ഓക്കെ, ഇനി ഇതാണ് ഒരു ഫീൽഡ് തന്നിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ആണോ അല്ലെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ഫീൽഡ് ഗിവൺ ആണെങ്കിൽ അത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ആണെങ്കിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, അതിൻ്റെ കേൾ എടുത്ത് നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ടേക്ക് ഡെൽ ക്രോസ് ഇ, ഇഫ് ഡെൽ ക്രോസ് ഇ ഈസ് 0 ദെൻ ദ ഗിവൺ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് 2 പോയിന്റ്സ്, ദാറ്റ് ഈസ് പോയിസൺ ഇക്വേഷൻ ആൻഡ് ലാപ്ലേസ് ഇക്വേഷൻ. ഇതാണ് പോയിസൺ ഇക്വേഷൻ. ആ പോയിസൺ ഇക്വേഷനകത്ത് അവിടെ ചാർജ് ഒന്നും ഇല്ലെങ്കിൽ ഈ ടൈം എന്താവും, റോ എന്ന് പറയുന്ന ചാർജ് അനുസരിച്ച് 0 ആവും. ദെൻ വി വിൽ ഗെറ്റ് ലാപ്ലേസ് ഇക്വേഷൻ. ഓക്കെ, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ബയോട്ട്-സാവാർട്ട് ലോ. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് എന്ത് കണ്ടു, ആപ്ലിക്കേഷൻ ഗോസ് ലോ കണ്ടു അവിടെ. ദെൻ ഇവിടെ കമ്മിങ് ടു
എന്താണ് ബയോട്ട് ലോ ആൻഡ് ആംബിയസ് ലോ ഇൻ മാഗ്നറ്റോ സ്റ്റാറ്റിക്സ്. ഓക്കെ, ഇതാണ് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എക്സ്പ്രഷൻ. ഇതൊരു സർക്കുലർ ലൂപ്പ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്. സർക്കുലർ ലൂപ്പ് മൂലമുള്ള ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ റിസൾട്ടുകളാണ്. ഓക്കെ, ദെൻ ഇതിൻ്റെ ഫർദർ മോഡിഫിക്കേഷൻ ആണ്. സെൻട്രലാണെങ്കിൽ ഈ എക്സ് എന്ന് പറയുന്നത് 0 ആകും അല്ലേ. സെൻട്രലാണെങ്കിൽ ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഇല്ലല്ലോ, x 0 ഈ റിസൾട്ട് കിട്ടും. സെമി സർക്കിൾ ആണെങ്കിൽ ഇതിൻ്റെ പകുതി 4r ആവും. ഓക്കെ, ദെൻ ഡൈവേഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ് 0. അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ റിസൾട്ട് എന്തിനെ ഇംപ്ലൈസ് ചെയ്യുന്നത്? അതായത് മാഗ്നറ്റിക് മോണോപോൾസ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇംപ്ലൈസ് ചെയ്യുന്നതാണ് ഡൈവേഴ്സ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഓൾവേസ് 0. ദാറ്റ് ഈസ് മാഗ്നറ്റിക് മോണോപോൾസ് വിൽ നോട്ട് എക്സിസ്റ്റ്. ദെൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് ഇൻ മാഗ്നറ്റോ സ്റ്റാറ്റിക്സ്, ദാറ്റ് ഈസ് ആംബിയസ് സർക്യൂട്ടഡ് തിയറം. ആംബിയസ് സർക്യൂട്ടഡ് തിയറം, ദാറ്റ് ഈസ് ഗോസ് ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഈസ് കോൾഡ് ആംബിയസ് സർക്യൂട്ടഡ് തിയറം. ഓക്കെ, ദെൻ മാക്സ്വെല്ലിൻ്റെ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻറ്റ്. മാക്സ്വെൽസിൻ്റെ 4 ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവയുടെ ഇൻ്റഗ്രൽ ഫോമും അതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് ഗോസ് ലോ. ദെൻ these implies magnetic monopoles will not exist. Okay, then this Faraday's law, its integral form and its differential form. Then this Ampere's law with the Maxwell's correction. This integral form and differential form. ഇതെല്ലാവരും പഠിക്കണം. The 4 Maxwell's equations. Okay, then electromagnetic waves. അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഫോം എല്ലാവരും പഠിച്ചിരിക്കണം. ദെൻ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ്, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിൽ ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിനോ കമ്പൗണ്ട് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പൗണ്ട് ഡയറക്ഷനാക്കി എന്തിൻ്റെ കമ്പൗണ്ടായിട്ട് വരിക? പോളറൈസേഷൻ വെക്ടറിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷനിലായിരിക്കും. പക്ഷേ പ്രൊപ്പഗേഷൻ വെക്ടർ അല്ലെങ്കിൽ കെ വെക്ടറിൻ്റെ ഡയറക്ഷൻ ഒരിക്കലും ഇലക്ട്രിക് ഫീൽഡിനോ മാഗ്നറ്റിക് ഫീൽഡിനോ കമ്പൗണ്ട്സ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, ഇതാണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന ടോട്ടൽ എനർജിയുടെ എക്സ്പ്രഷൻ. ഇത് ഇലക്ട്രിക് ഫീൽഡ് കൊണ്ട് ഉണ്ടാകുന്ന എനർജി, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന എനർജി. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജി, ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എനർജി. ഇതാണ് ടോട്ടൽ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയുടെ എക്സ്പ്രഷൻ. ഓക്കെ, ദെൻ വേവ് ഗൈഡ്സ് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന പ്രോബ്ലംസ് ആണ്. ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതായത് അതിൻ്റെ ഫണ്ടമെൻ്റൽ മോഡ്സ്. ഓക്കെ, അപ്പം നമുക്കറിയാം 3 ടൈപ്പ് ഓഫ് ഉണ്ട്. ഒന്ന് ട്രാൻസ്വേസ് ഇലക്ട്രിക്കും, ദെൻ ട്രാൻസ്വേസ് മാഗ്നറ്റിക്കും, ദെൻ ട്രാൻസ്വേസ് ഇലക്ട്രോമാഗ്നറ്റിക് മോഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ 3 മോഡിനെ പറ്റിയുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പം ഇത് വേവേഴ്സിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ദെൻ കമ്മിങ് ടു അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി. നമുക്കറിയാം ഫസ്റ്റ് നമ്മൾ പഠിക്കുക എന്താണ്? എബൌട്ട് ഹൈഡ്രജൻ സ്പെക്ട്രം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഈ വേവ് നമ്പറിൻ്റെ എക്സ്പ്രഷൻ എല്ലാവരും ഓർത്ത് വയ്ക്കുക. നമുക്കറിയാം ഹൈഡ്രജൻ സ്പെക്ട്രം there is 5 series, that is Lyman series, Balmer series, Paschen series, bracket series and Fund series. And Balmer series comes in the visible region, and all others are Lyman is in the UV, and all others are in the infrared region. Okay, ദെൻ ലാൻഡേജ് ഈ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് സമ്മേഷൻ ആൻഡ് മൈനസ് അത് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അത് അറിയണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയണം? ഒരു ടേം സിമ്പിൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ ടേം സിമ്പിൾ തന്നു കഴിഞ്ഞാൽ ആ ടേം സിമ്പിളിനകത്ത് എഫിന് വാല്യൂ എത്രയാണ്, എല്ലിന് വാല്യൂ എത്രയാണ്, ജെയുടെ വാല്യൂ എത്രയാണ് നമുക്കെല്ലാം അറിയാൻ വേണ്ടി നമുക്ക് അത് എടുക്കാൻ വേണ്ടി നമുക്ക് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എസിൻ്റെയും എല്ലിൻ്റെയും ജെയുടെ വാല്യൂ കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വി ക്യാൻ ഫൈൻഡ് ഔട്ട് ലാൻഡേജ് ജി ഫാക്ടർ. അപ്പോൾ ഒരു ടൈം സിമ്പിൾ തന്നു കഴിഞ്ഞാൽ ആ ടൈം സിമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇതാണെന്നും അതിൽ നിന്നും എസ് എത്രയാണെന്നും എൽ എത്രയാണെന്നും ജെ എത്രയാണെന്നും കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ എല്ലെന്ന് പറയുന്നത് 0 ആണെങ്കിൽ അതെന്തായിരിക്കും? അല്ലെങ്കിൽ എസ് എന്ന് പറയുന്ന എസ് ആണെങ്കിൽ അത് എല്ലിൻ്റെ വാല്യൂ 0 ആയിരിക്കും, പി ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 1 ആയിരിക്കും, ഡി ആണെങ്കിൽ എല്ലിൻ്റെ വാല്യൂ 2 ആയിരിക്കും. അങ്ങനെയുള്ള റിലേഷനുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ടേം സിമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇൻ അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പിയിൽ. ഓക്കെ, ഇതാണ് നോർമൽ ആൻഡ് അനോമലസ് സീമൻ എഫക്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. നമുക്കറിയാം നോർമൽ സീമൻ എഫക്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് ഫ്രം അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി. അത് മെയിനായിട്ട് സ്പിൻലെസ് പാർട്ടിക്കിളാണ് നമ്മൾ അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അത് നമ്മുടെ എന്താണ് മാഗ്നറ്റിക് ലൈൻ സ്പെക്ട്രൽ ലൈൻ വെൻ സ്പ്ലിറ്റ് ഇൻ ടു 3 പാർട്ടിക്കിൾസ്. അതായത് എത്ര ഇലക്ട്രിക് മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, ബട്ട് ദ സ്പെക്ട്രൽ ലൈൻ വിൽ സ്പ്ലിറ്റ് ഇൻ ടു ഓൺലി 3. ഓക്കെ, അതായത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് മാറുന്നതനുസരിച്ച് 3 എന്ന് പറയുന്നത് മാറുകയില്ല. എത്ര ഫീൽഡ് ആയാലും അത് 3 സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, പക്ഷേ നോർമൽസ് ആണെങ്കിൽ അത് സ്പിൻ പാർട്ടിക്കിളായിരിക്കും നമ്മൾ കൂടുതൽ അത് ഒബ്സർവ് ചെയ്യുന്നത്. മോർ ദാൻ 3 ആയിട്ട് എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് നോർമൽ അനോമലസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്.
നോർമലി തന്നെ അതൊരു സെലക്ഷൻ ടൂൾ. ഇപ്പോൾ നമ്മുടെ സ്പെക്ട്രോസ്കോപ്പിയിൽ നമുക്ക് ഒരു സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യണം, നമുക്ക് എന്ത് വേണം, നമുക്ക് അതിൻ്റെ സെലക്ഷൻ ടൂൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാവരും ഇതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സെലക്ഷൻ ടൂൾ ഇൻ സ്പെക്ട്രോസ്കോപ്പി. ദാറ്റ് ഈസ് ഡെൽറ്റ എസ് വിൽ ബി 0, ഡെൽറ്റ എൽ ക്യാൻ 0 + or -1, ഡെൽറ്റ ജെ ക്യാൻ 0 + or -1, ഡെൽറ്റ എം ജെ ക്യാൻ 0 + or -1. ഇതാണ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള സെലക്ഷൻ ടൂൾ ഇൻ ആറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ഇതാണ് അടുത്താണ് നമ്മുടെ ഷീമൺ ഷിഫ്റ്റിൻ്റെ എക്സ്പ്രഷൻ. എന്ന് പറഞ്ഞു സ്പെക്ട്രൽ ലൈൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു, സ്പ്ലിറ്റ് ചെയ്യുന്നു പറഞ്ഞല്ലേ. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്യുന്ന എത്രമാത്രം ഷിഫ്റ്റ് ചെയ്യണമെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള എക്സ്പ്രഷനാണ് സീമൺ ഷിഫ്റ്റ്. അതിൻ്റെ എക്സ്പ്രഷനാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മ്യൂ ബി എന്ന് പറയുന്നത് ബോർ മാഗ്നറ്റിക് ആണ്, മീ എന്ന് പറയുന്നത് ഗിവൺ magnetic field strength, then H is Planck's constant and lambda is the wavelength of the light used and C is the wavelength of light. Okay. Then Hund's rule. Hund's rule വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ് ഇൻ സ്പെക്ട്രോസ്കോപ്പി. ദാറ്റ് ഈസ് ഒരു ഗിവൺ നമുക്ക് കുറേ ടൈം സിമ്പിൾ തന്നു കഴിഞ്ഞാൽ അവയിൽ എങ്ങനെയാണ് അത് എനർജിയുടെ ടൈം നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുക. അതായത് ഏറ്റവും കൂടുതൽ മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ 2s+1 വാല്യൂ ഉള്ള ടൈം സിമ്പിളായിരിക്കും ഏറ്റവും എനർജി കുറവ്. അപ്പോൾ രണ്ട് ടൈം സിമ്പലുകൾ തമ്മിൽ സെയിം മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ 2s+1 വാല്യൂ വന്നു കഴിഞ്ഞാൽ അവയിൽ ഏതിനാണോ എൽ വാല്യൂ കൂടുതൽ അതായിരിക്കും അടുത്ത എനർജി, അതിനായിരിക്കും എനർജി കുറവ്. ഇനി എന്താണ്, രണ്ട് ടൈം സിമ്പലുകൾക്ക് സെയിം മൾട്ടിപ്ലിസിറ്റിയും അല്ലെങ്കിൽ അതായത് സെയിം 2s+1 വാല്യൂവും സെയിം എൽ വാല്യൂ വന്നു കഴിഞ്ഞാൽ അടുത്ത് നോക്കാൻ എന്താണെന്ന് നോക്കാൻ പറ്റുക, ജെ വാല്യൂ. അപ്പോൾ അവയിൽ ഏതിനാണോ ജെ വാല്യൂ കൂടുതൽ അതിനായിരിക്കും കൂടുതൽ എനർജി, കുറവല്ല അതിനായിരിക്കും കൂടുതൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹൺസ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് പോയിന്റ് ഈസ് ലാൻഡ് ഇൻ്റർവൽ റൂൾ. അതായത് രണ്ട് ലെവലുകൾ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് അവയുടെ ടോപ്പ് അതായത് അപ്പർ ലെവലിലെ ജെ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നു. രണ്ട് ലെവലുകൾ തമ്മിലുള്ള എനർജി വാല്യൂവിന് ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൻ്റെ അപ്പർ ലെവലിലെ ജെ വാല്യൂവിന് പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അതാണ് ലാൻഡ് ഇൻ്റർവൽ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ. Then coming to molecular spectroscopy, that is there is rotational spectroscopy, that is microwave spectroscopy. അതായത് ഒരു മോളിക്യൂൾ അല്ലെങ്കിൽ ഒരു മോളിക്യൂൾ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പി എക്സിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മൈക്രോവേവ് ആക്റ്റീവ് ആണെന്ന് പറയണമെങ്കിൽ ദ മോളിക്യൂൾ മസ്റ്റ് ഹാവ് എ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻറ്റ്. ആൻഡ് if molecule is said to be IR active or exist by vibration spectroscopy, then there should be a change in dipole moment with the vibration for the molecule. ഇവിടെ എന്തുണ്ടാകണം, ഇവിടെ പെർമനൻറ്റ് ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകണം, ഇവിടെ ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാകണം വിത്ത് വൈബ്രേഷൻ. അപ്പോൾ ഇതാണ് റൊട്ടേഷണൽ എനർജിയുടെ എക്സ്പ്രഷൻ ഇൻ cm/-1. എന്ന് പറയുന്ന റൊട്ടേഷണൽ കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഈ റൊട്ടേഷൻ സ്പെക്ട്രയ്ക്കകത്ത് ദ സ്പെക്ട്രം ഈസ് ഈക്വലി സ്പേസ്ഡ് ആണ്. റൊട്ടേഷണൽ സ്പെക്ട്ര ഈസ് ഈക്വലി സ്പേസ്ഡ് വിത്ത് സ്പേസിംഗ് ഈസ് ഈക്വൽ ടു b. Here the selection rule is delta J is equal to +or -1. It is +1 for absorption and -1 for emission. And this is the vibration spectroscopy. There must be a change in dipole moment with the vibration. Okay. Then the Raman spectra is very important. Raman spectra have a special selection tool. That is delta J is equal to 0 + or -1 ന്റെ പകരം ഇവിടെ എന്താണ്, delta J is equal to 0 + or -2 ആണ്. ഓക്കെ. ദിസ് ഈസ് രാമൻ സ്പെക്ട്ര. ദാറ്റ് ഈസ് എന്താണ്, ലൈറ്റ് വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ട് നമുക്ക് തോന്നുന്നു എമിഷൻ നമുക്ക് എന്തിനും 3-4 ഇടുന്നല്ലേ. അതായത് വരുന്ന എനർജി തന്നെ ഒരെണ്ണം കിട്ടും, അതിനേക്കാളും എനർജി കുറഞ്ഞ ഒന്നും ദെൻ കൂടിയ കുറഞ്ഞു. ഓക്കെ. അതായിരിക്കും കിട്ടുക. നമുക്കൊരു സ്റ്റോക്ക് ലൈൻ ഉണ്ടാവും, ഇത് റാലി സ്കാറ്ററിങ്, ഇത് സ്റ്റോക്ക് ലൈന്, ഇത് ആൻറ്റി സ്റ്റോക്ക് ലൈൻ. ഓക്കെ. അപ്പോൾ അവിടെ നോക്കിയ സെലക്ഷൻ റൂൾ നോക്കുക, 0 + or -2 ആണ്. Then there is energy difference between first stroke and anti-stroke line will be 12b. B is a rotational constant. അവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിലേക്കും 12b ഇതാക്കി ഇരിക്കുക. ഫസ്റ്റ് സ്റ്റോക്കും ആൻറ്റി സ്റ്റോക്ക് ആസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ഓഫ് 12b ആൻഡ് ദ കോൺസിക്യൂട്ടീവ് ലൈൻസ്, അതായത് രണ്ട് സ്റ്റോക്ക് ലൈൻസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ആൻറ്റി സ്റ്റോക്ക് ലൈൻ തമ്മിൽ സ്പേസിങ് ആയിരിക്കുന്നത് വിത്ത് സ്പേസിങ് is 4b, ബട്ട് ദ സ്പേസിങ് ബിറ്റ്വീൻ ഫസ്റ്റ് സ്റ്റോക്ക് ആൻഡ് ആൻറ്റി സ്റ്റോക്ക് വിൽ ബി എത്രയാണ്, 12b ആയിരിക്കും. ഓക്കെ. ദെൻ റൂൾ ഓഫ് മ്യൂച്വൽ എക്സ്പ്രഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു മോളിക്യൂളിന് ഒരു സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ, ലൈക്ക് CO2 മോളിക്യൂൾ ഹാവ് സെൻറ്റർ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ അതിൻ്റെ രാമൻ ആക്റ്റീവ് മോഡൽ എന്തായിരിക്കും, IR ഇനാക്റ്റീവ് ആയിരിക്കും. തിരിച്ച് IR ആക്റ്റീവ് മോഡലില്ല, രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും. സെൻറ്റർ ഓഫ് സിമെട്രി ഇല്ലെങ്കിൽ എന്താണ്, എല്ലാം രാമൻ ആക്റ്റീവ് ആയിരിക്കും, ദെൻ IR ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ.
സെൻട്രൽ സിമിട്രി ഉണ്ടെങ്കിലാണെങ്കിൽ പ്രശ്നം വരുന്നുള്ളൂ. സെൻട്രൽ സിമിട്രി ഉണ്ടെങ്കിൽ ലൈക്ക് CO2 രാമൻ ആക്റ്റീവ് ആയത് IR ഇനാക്റ്റീവും, IR ആക്റ്റീവ് ആയത് രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും. സെൻട്രൽ സിമിട്രി ഇല്ലെങ്കിൽ ലൈക്ക് വാട്ടർ മോളിക്യൂൾ H2O രാമൻ ആക്റ്റീവ് മോഡിൽ എന്തായിരിക്കും? IR ആക്റ്റീവ് മോഡും ആയിരിക്കും. ഓക്കെ, ദെൻ കമ്മിങ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ്, ദാറ്റ് ഈസ് കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. ഒന്ന് ഡിഗ്രി ഓഫ് ഫ്രീഡത്തെ പറ്റിയും, ദെൻ എബൌട്ട് കൺസ്ട്രെയിൻസ്, ദെൻ എബൌട്ട് ജനറലൈസ്ഡ് കോർഡിനേറ്റ് ഓഫ് എ പർട്ടിക്കുലർ സിസ്റ്റം. അപ്പോൾ അവയെ പറ്റിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ആ ജനറലൈസിനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിലെ കൺസ്ട്രെയിൻറ്റ് ഏതാണെന്നും ആ കൺസ്ട്രെയിൻറ്റ് ഏത് ടൈപ്പാണെന്നും അറിയാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ് ഈസ് ദ ഹാമിൽട്ടോണിയൻ ആൻഡ് ലഗ്രാഞ്ചൻ ഡൈനാമിക്സ്. അതായത് നിങ്ങൾക്ക് സ്ഥിരം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്. ദാറ്റ് ഈസ് if a Hamiltonian is given, then how to calculate its corresponding Lagrangian. Okay, or if a Lagrangian is given, then how to calculate its corresponding Hamiltonian by using the Legendre transformation. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സ്ഥിരം എക്സ്പെക്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇത് പല സിസ്റ്റത്തിൻ്റെ ലഗ്രാഞ്ചിൻ്റെ ഫോമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് പല സിസ്റ്റങ്ങളുടെ ലഗ്രാഞ്ചിൻ്റെ ഫോമാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നോക്കി വയ്ക്കുക. ദെൻ ഹാമിൽട്ടൺസ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. ഓക്കെ, ഹാമിൽട്ടൺ ഇക്വേഷൻ ഓഫ് മോഷൻ. ദെൻ ദ കെപ്ലർ പ്രോബ്ലം ഈസ് ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലം ഇൻ ക്ലാസിക്കൽ മെക്കാനിക്സ്. ഓക്കെ, ദെൻ കമ്മിങ് ടു thermodynamics, that is as an introduction to stat mech. There is thermodynamics is there is zeroth law of thermodynamics, then first law of thermodynamics, then there is second law of thermodynamics. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ് ആണ് ഫോർ ദ ഇൻട്രൊഡക്ഷൻ ഓഫ് സ്റ്റാറ്റ് മെക്ക്. ഓക്കെ, then about thermodynamic potentials, there is internal or intrinsic energy, then Helmholtz free energy and enthalpy or total heat function, then Gibbs potential. These are important thermodynamic potentials. Okay, then there is a TDS equation, that is relation between temperature and entropy. Okay, then TDS equation. Then coming to stat mech, there is the concept of ensemble and the three type of ensemble, that is microcanonical, canonical and grand canonical ensemble. Then the equation that connects thermodynamics and stat mech, that is S is equal to K log omega, that is Boltzmann entropy relation equation that connect thermodynamics quantity S and stat mech quantity microstates. Okay, then problems about symmetric and anti-symmetric states, that is the concept of statistics, that is Bose-Einstein statistics and Fermi-Dirac statistics. Okay, അപ്പോൾ ഏതൊക്കെ പാർട്ടികളിലാണ് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിക്സ് ഒബേ ചെയ്യുന്നത്, ഏതൊക്കെ പാർട്ടികളാണ് FD സ്റ്റാറ്റിക്സ് ഒബേ ചെയ്യുന്നത്, കാര്യം നിങ്ങൾ നോക്കി വെക്കേണ്ട പോയിന്റ്സുകളാണ്. പിന്നെ ഓരോ സ്റ്റാറ്റിസ്റ്റിക്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതിന് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടികളുടെ എക്സ്പ്രഷൻ നിങ്ങൾ ഒന്ന് പഠിച്ചു വെക്കണം. ഇതൊക്കെ ഈസിയാണ് പഠിക്കാനുണ്ട്. ഇവിടെ ബോസ് ഐൻസ്റ്റീൻ ആമത്തെ എന്താണ്, ഇവിടെ -1, ഇതാമത്തേനും ഇവിടെ +1, അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ദെൻ കമ്മിങ് ടു കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ്. നിങ്ങൾക്ക് അപ്പം 7 ക്രിസ്റ്റൽ സിസ്റ്റങ്ങളെ പറ്റിയുള്ള ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 7 ക്രിസ്റ്റൽ സിസ്റ്റങ്ങളെ പറ്റിയും അവയുടെ റിലേഷൻ ബിറ്റ്വീൻ ദെയർ ലാറ്റിസ് വെക്ടേഴ്സ് ആൻഡ് ദെയർ ആംഗിൾ, ദെൻ നമ്പർ ഓഫ് ലാറ്റിസ് പോയിന്റ്സ് ഇൻ ദ സിസ്റ്റം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദ സിസ്റ്റം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫോർ എ ക്രിസ്റ്റൽ സിസ്റ്റം. ദെൻ അവയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോർഡിനേഷൻ നമ്പർ റിലേഷൻസ്, അറ്റോമിക് റേഡിയേഷൻ്റെ റിലേഷൻസ്. ഓക്കെ, ഇപ്പം നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. ഫോർ സിമ്പിൾ ക്യൂബിക് ഇറ്റ് വിൽ ബി 1, then for BCC it will be 2, and for FCC it will be 4. Then its density and density of packing fraction is very important. അപ്പോൾ ഇങ്ങനെ ഓരോ സിസ്റ്റത്തെ പറ്റിയുള്ള ഇങ്ങനെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, then reciprocal lattice, the concept of reciprocal lattice and the corresponding reciprocal lattice vectors expressions. Then the properties of reciprocal lattice, important ആയിട്ടുള്ള ഏരിയ ആണ് പ്രോപ്പർട്ടീസ് ഓഫ് reciprocal lattice.
Okay. Then coming to nuclear and particle physics. കമ്മിങ് ടു ന്യൂക്ലിയർ ആൻഡ് പാർട്ടിക്കിൾ ഫിസിക്സ്. എന്താണ് ഫസ്റ്റ് എന്താണ് ന്യൂക്ലിയസിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദാറ്റ് ഈസ് എബൌട്ട് ന്യൂക്ലിയർ റേഡിയസ്, ദെൻ ന്യൂക്ലിയർ മാസ്, ദെൻ എബൌട്ട് ബൈൻഡിങ് എനർജി. അപ്പം ഇങ്ങനെ ന്യൂക്ലിയസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കണം. ഈ ഇക്വേഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം. വെർ എ ഈസ് ദ മാസ് നമ്പർ ആൻഡ് റേഡിയസ്, ആർ ഈസ് ദ റേഡിയസ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് R0 is a constant that is 1.2 Fermi. 1.2 Fermi or 1.3 Fermi. Okay. Then about binding energy relations. Okay. Then this is the binding energy per nuclear graph. And there is another important topic in nuclear physics, that is about nuclear force. Nuclear force and its properties. Nuclear force and its properties. These are the nuclear forces properties. Then coming to radioactivity. There will be mainly 3 radioactive decay, that is alpha decay, gamma decay and beta decay. Alpha decay എന്ത് സംഭവിക്കുന്നു, അത് ആൽഫ പാർട്ടിക്കിൾ ഉണ്ടാകണമെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരണം, ദെൻ ബീറ്റ പാർട്ടിക്കിൾ ഗാമ പാർട്ടിക്കിൾ കിട്ടണമെങ്കിൽ എന്തൊക്കെ മാറ്റം വരണം, ദെൻ ബീറ്റ decay വരണമെങ്കിൽ ദർ ഈസ് ബീറ്റ മൈനസ് ആൻഡ് ബീറ്റ പോസിറ്റീവ് decay എന്ന് നോക്കി വയ്ക്കുക. ദെൻ ദിസ് ഈസ് ദ റേഡിയോ ആക്റ്റീവ് എക്സ്പ്രഷൻ. റേഡിയോ ആക്റ്റീവ് ഡിക്കയുടെ എക്സ്പ്രഷനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷനാണ്. ആഫ്റ്റർ എ ടൈം ടിയിലെ നമ്പർ ഓഫ് റിമൈനിങ് പാർട്ടിക്കിളിൻ്റെ എക്സ്പ്രഷൻ. ദെൻ പാർട്ടിക്കിൾ ഫിസിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പാർട്ടിക്കിൾ ഫിസിക്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് അതിൻ്റെ മെയിനായിട്ട് ഓരോ പാർട്ടിക്കിൾസും ഏത് കാറ്റഗറി വരുന്നു, എലമെൻ്ററി പാർട്ടിക്കിളിൻ്റെ ഏത് കാറ്റഗറി വരുന്നു ഓരോ പാർട്ടിക്കിളും, ആ പാർട്ടിക്കിളിൻ്റെ എബൌട്ട് സ്പിന്നെ പറ്റിയുള്ള ഐഡിയ. അതിന് ലെപ്റ്റോണിന് ക്വാണ്ടം നമ്പർ ഉണ്ട്, മെസോൺസിന് എന്താണ് ബോസോൺസ്, ബാരിയോൺസും ഹൈഡ്രോൺസും അല്ലേ. ഇപ്പോൾ ബാരിയൻ ക്വാണ്ടം നമ്പർ ഉണ്ട്. അങ്ങനെ ഓരോ പാർട്ടിക്കിളിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വാണ്ടം നമ്പറുകളുടെ വാല്യൂ, അതിൻ്റെ ചാർജ്, അതിൻ്റെ സ്പിൻ സ്റ്റേറ്റ്, ദെൻ അതിൻ്റെ സ്ട്രേഞ്ച്നെസ് നമ്പർ, ഇവയെല്ലാം അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു പാർട്ടിക്കുലർ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ അത് കൺസേർവ്ഡ് ആണോ അല്ലെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ. ദെൻ കമ്മിങ് ടു ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, അത്യാവശ്യം കുറച്ച് ടഫായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോണിക്സ് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറേ ഏരിയാസ് ഉണ്ട്. അതായത് ബേസിക് ആയിട്ടുള്ള കുറേ ഡിവൈസിനെ പറ്റിയുള്ള ഡെഫിനേഷൻ എല്ലാവരും പഠിച്ചു വയ്ക്കാം. ദാറ്റ് ഈസ് ലൈക്ക് ഡയോഡ്സ്, ദെൻ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, ദെൻ സെറൻ ഡയോഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ചില പോയിന്റ്സ് ആണ് ഇൻ ഇലക്ട്രോണിക്സ്. ഓക്കെ. ദെൻ എന്താണ് നമുക്കറിയാം, ട്രാൻസിസ്റ്റർ. ദർ ഈസ് മെയിൻലി 2 type of ട്രാൻസിസ്റ്റർ. ദാറ്റ് ഈസ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതായത് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, ആൻഡ് ദർ ഈസ് ഫീൽഡ് എഫക്റ്റ് ട്രാൻസിസ്റ്റർ. സോ ആ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ നമുക്ക് അറിയാം നമുക്ക് മെയിനായിട്ട് 3 കോൺഫിഗറേഷൻ ഉണ്ട്. എന്താണ്, ഒന്ന് കോമൺ ബേസ്, ദെൻ കോമൺ എമിറ്റർ, ദെൻ കോമൺ കളക്ടർ. അപ്പോൾ ഈ 3 കോൺഫിഗറേഷനെ പറ്റിയും അവയുടെ ഔട്ട്പുട്ട് കറണ്ട് എന്താണ്, അല്ലെങ്കിൽ കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടറിനെ പറ്റിയൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കറണ്ട് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ഫോർ ദ 3 കോൺഫിഗറേഷൻ. ദെൻ കമ്മിങ് ടു FET. FETയുടെ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ റീസെൻ്റ് ആയിട്ട് FETയോടെ ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിച്ച് കാണുന്നുണ്ട്. അത് ഈ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ചോദിക്കാറുള്ളത്. ദാറ്റ് ഈസ് ഇക്വേഷൻ ഫോർ ദ ട്രെയിൻ കറണ്ട്. ഇക്വേഷൻ ഫോർ ട്രെയിൻ കറണ്ട്. അപ്പോൾ ഈ ഇക്വേഷൻ റിലേറ്റഡ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഇപ്പോൾ ചോദിച്ച് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ തവണ നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഓക്കെ. Then oscillators and different type of oscillators and their corresponding frequency. ഓക്കെ. ഈ റിലേഷനിൽ ഓർത്ത് വയ്ക്കാന്നുള്ള നല്ലതായിരിക്കും. ഓക്കെ. ദെൻ ഓപ്പാമ്പ്. സോ ഓപ്പാമ്പിനെ പറ്റിയും അവയുടെ പല പാരാമീറ്റേഴ്സ് ഉണ്ട് നമുക്കല്ലേ. ഓപ്പാമ്പിന് പല പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൻ്റെ ഇൻപുട്ട് ഓഫ്സെറ്റ് വോൾട്ടേജ്, ഇൻപുട്ട് ഓഫ്സെറ്റ് കറണ്ട്, അങ്ങനെ CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ, CMRR, സ്ലൂ റേറ്റ്. അപ്പോൾ ഇങ്ങനെ ഓപ്പാമ്പിന് പല പാരാമീറ്റേഴ്സ് പറ്റി നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഐഡിയൽ ഓപ്പാം, വാട്ട് ആർ ദ ഫണ്ടമെൻ്റൽ പോയിന്റ്സ് ടു ബി ആൻ ഓപ്പാം ടു ബി ഐഡിയൽ. ഇതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്. എന്താണ്, ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഇമ്പൾസ് ഉണ്ടായിരിക്കണം, ദെൻ 0 ഔട്ട്പുട്ട് ഇമ്പൾസ് ഉണ്ടായിരിക്കണം, ദെൻ 0 CMRR ആയിരിക്കണം, ദെൻ ഓർ ഇൻഫിനിറ്റ് 0 കോമൺ മോഡ് ഗെയിൻ ഓർ ഇൻഫിനിറ്റ് CMRR സെക്ഷൻ. ഓക്കെ. ദെൻ ഇൻഫിനിറ്റ് ഓപ്പൺ ലൂപ്പ് ഗെയിൻ ആയിരിക്കണം, ദെൻ ഇൻഫിനിറ്റ് ബാൻഡ് വിഡ്ത്ത് ആയിരിക്കണം. ഓക്കെ. ഇതൊക്കെയാണ് അബൌട്ട് പോയിന്റ്സ് ഓഫ് ഓപ്പാം ടു ബി ആൻ ഐഡിയൽ ഓപ്പാം.
ഓക്കെ. ദെൻ ലോജിക് ഗേറ്റ്സ്. ലോജിക് ഗേറ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ലോജിക് ഗേറ്റിനെ പറ്റി നിങ്ങൾക്ക് നമുക്കറിയാം, ഫണ്ടമെൻ്റലായിട്ട് നമുക്ക് നോട്ട് ഗേറ്റ് ഉണ്ട്, ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, ദെൻ ആൻഡ്, നോർ. അപ്പോൾ ഇതിവിടെ എല്ലാം നോട്ട് ഗേറ്റിൻ്റെ ആ സിമ്പിൾസ്, ദെൻ അവയുടെ ഓപ്പറേഷൻ എങ്ങനെയാണ്, രണ്ട് ഇൻപുട്ട് ഉണ്ടെങ്കിൽ അതിന് ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും, ദാറ്റ് ഈസ് ദ ബൂളിയൻ എക്സ്പ്രഷൻ. എല്ലാവരും ഓർത്ത് വെക്കണം. അപ്പോൾ ഈ ലോജിക് ഗേറ്റുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. എന്താണ് കൂടുതൽ ചോദിക്കാൻ സാധ്യത എന്ന് പറയുന്നത്, അത് സിംപ്ലിഫൈ ചെയ്യാനൊക്കെ ചോദിക്കാം. നമുക്ക് ഒരു ബൂളിയൻ എക്സ്പ്രഷനിൽ ഒരു ലെങ്തി ടേം തരും, നമുക്ക് എന്ത് ചെയ്യണം, നമ്മളത് സിംപ്ലിഫൈ ചെയ്യണം. നമ്മൾ ആ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് തീരമാണ് എന്ത്, ഡി മോഗൻസ് തീരം എന്ന് പറയുന്നത്. തന്നിരിക്കുന്ന പർട്ടിക്കുലർ ബോഡി എക്സ്പ്രഷനെ നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തീരമാണ് ഡി മോഗൻസ് തീരം എന്ന് പറയുന്നത്. വാട്ട് ആർ ഡി മോഗൻസ് തീരം? ദാറ്റ് ഈസ് എ പ്ലസ് ബി ബാർ എന്ന് പറയുന്നത് എ ബാർ ഇൻറ്റു ബി ബാർ ആണെന്നും എ ഇൻറ്റു ബി ഓൾ ബാർ എന്ന് പറയുന്നത് എ ബാർ പ്ലസ് ബി ബാർ ആണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദീസ് ആർ ദ ഡി മോഗൻസ് തീരം ദാറ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് or simplify a particular Boolean expression. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഇലക്ട്രോണിക്സിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഈ ടോപ്പിക്കുകളായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമ്മുടെ അക്കാദമിയുടെ പ്രീവിയസ് വീഡിയോസുകളൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ 9 സബ്ജക്റ്റുകളുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് മാത്രമാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയെല്ലാം എല്ലാവർക്കും ഉറപ്പായിട്ടും ഒരു ഐഡിയ ഉണ്ടായിരിക്കണം എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നായിട്ട്. നിങ്ങൾ കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. നമ്മൾ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദ ബെസ്റ്റ് നേരുകയാണ്. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഓക്കെ, താങ്ക് യു.